ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, ലോകം കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ ദുരന്തം ഏതാണ് എന്ന് ഒരു മുസൽമാനോട് ചോദിച്ചാൽ അവൻ വളരെ വിഷമത്തോടുകൂടി സങ്കടത്തോടുകൂടി പറയും, അത് പ്രവാചകൻ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണദിനമാണ്, വഫാത്തിൻ്റെ ദിനമാണ് എന്ന്. ചരിത്രത്തിൽ ഏത് കാലഘട്ടത്തിലും മുഅ്മിനീങ്ങളുടെ മനസ്സിൽ മായാതെ മറയാതെ നിലകൊള്ളുന്ന ഏറ്റവും വലിയ ദുരന്തം പ്രവാചകൻ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്താണ്. ആ വേർപാടുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഓരോ മുസ്ലിമും അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. പരീക്ഷണങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെ ഓർക്കുന്നതിലൂടെ സ്വന്തം ജീവിതത്തിലെ അത്തരം വിപത്തുകൾ ഒന്നുമല്ല എന്ന തോന്നൽ നമ്മിൽ ഉണ്ടാവാൻ അത് കാരണമാകും. സഹോദരങ്ങളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, നിങ്ങളിൽ ആർക്കെങ്കിലും വല്ല പ്രയാസവും ബാധിച്ചാൽ എനിക്കുണ്ടായ പ്രയാസത്തെ നിങ്ങൾ ഓർക്കുക, നിശ്ചയം അത് ഏറ്റവും വലിയ വിപത്തിൽപ്പെട്ടതാകുന്നു. അതായത് തൻ്റെ മരണത്തെ ഓർക്കുന്നവരുടെ പ്രശ്നങ്ങൾ അവർക്ക് നിസ്സാരമായി അനുഭവപ്പെടുമെന്നും തൻ്റെ മരണത്തേക്കാൾ വലിയ മറ്റൊരു വിപത്തും ഭൂമുഖത്തില്ലെന്നും മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. അതാണ് സഹോദരങ്ങളെ റബീഉൽ അവ്വൽ 12. പ്രവാചകൻ വഫാത്തായ ദിവസത്തെക്കുറിച്ചും മാസത്തെക്കുറിച്ചും ലോകത്ത് ഒരു പണ്ഡിതന്മാർക്കിടയിലും അഭിപ്രായ വ്യത്യാസമില്ല. അത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ഉച്ചക്ക് മുമ്പാണ്. നമ്മുടെ നേതാവ് റബ്ബിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായത് ആ ദിവസം, ആകാശവും ഭൂമിയും കരഞ്ഞ ദിവസം, ഭൂമിയിലെ ചരാചരങ്ങൾ ദുഃഖാർത്തരായി ദുഃഖിച്ച ദിവസം, അന്തരീക്ഷത്തെ അക്ഷരാർത്ഥത്തിൽ ദുഃഖസാന്ദ്രമാക്കിയ ദിവസം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ ഈ ദിനത്തിൽ നടത്തുന്ന ജന്മദിനാഘോഷം, നബിദിനാഘോഷം, അത് ബിദ്അത്താണ്. അത് നമുക്ക് ഒഴിവാക്കേണ്ടതാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.